Dear friends, today we are going to learn more about a chemical equation. You can see here a chemical equation that represents CO. CO means capital C, capital O. Therefore, it made by two different atoms, carbon and oxygen. It is called carbon monoxide. Carbon and oxygen, carbon monoxide. Plus H2. H2 means hydrogen. Carbon monoxide and hydrogen are gases. Therefore, in its bracket you can put G. Okay, when carbon monoxide and hydrogen combine together form a new compound that is called CH3OH. It is called methanol. Its name is methanol. Methanol. Okay, when you look onto this chemical equation, you can see here on the top or below of that arrow mark some chemicals are added. അവിടെ ആരോ മാർക്കിൻ്റെ മുകളിലും താഴെയായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, കാണുന്നുണ്ടല്ലോ. അതാ നമ്മുടെ ഈ ആരോ മാർക്ക് നോക്കുന്ന സമയത്ത് മുകളിലും താഴെയായിട്ട് കുറച്ച് സംഭവങ്ങൾ നമ്മളവിടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ സംഗതികൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് രണ്ട് കോമ്പൗണ്ടുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യിച്ചാൽ പെട്ടെന്ന് അങ്ങ് നടക്കുന്നുണ്ടാവില്ല. ആ കെമിക്കൽ റിയാക്ഷന് ചിലപ്പോൾ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണമെന്നറിയോ, ആ കെമിക്കൽ റിയാക്ഷൻ്റെ അവിടെ നമ്മൾ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് യു ക്യാൻ സീ ഹിയർ വി റൈറ്റ് ഹീറ്റ്. ഇവിടെ നമ്മൾ ഹീറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താണ്? ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് ഹീറ്റിൻ്റെ പ്രസൻസിലാണ്. ഇനി അത് മാത്രമല്ല, ചില കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മളവിടെ കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യേണ്ടി വരും. സാധാരണ അറ്റ്മോസ്ഫറിക് പ്രഷറിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ചിലപ്പോൾ നടക്കണമെന്നില്ല. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ടു occur that chemical reaction we need to apply some pressure. Therefore we written as 34 atmospheric pressure. 340 atm. 340 atm means it is the pressure we were applied there. അവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രഷറാണ് 340 atm എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മേലെ രണ്ട് കെമിക്കൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ZNO, സിങ്ക് ഓക്സൈഡ്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം കൂടെ കാണാൻ പറ്റും, ക്രോമിയം ഓക്സൈഡ്. വാട്ട് ഈസ് ദാറ്റ്? Cr2O3. ദാറ്റ് ഈസ് കോൾഡ് ക്രോമിയം ഓക്സൈഡ്. അപ്പോൾ ആ രണ്ട് സംഭവങ്ങൾ ജസ്റ്റ് താഴേക്കും ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളണേ. അതിൻ്റെ നെയിംസ് ZNO, സിങ്ക് ഓക്സൈഡ്, Cr2O3, ക്രോമിയം ഓക്സൈഡ്. ഈ രണ്ട് സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ZNO എന്ന് പറയുന്നത് അല്ലെങ്കിൽ Cr2O3 എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ആ പേര് മറക്കല്ലേ, ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുമ്പോൾ ഈ റിയാക്ഷനിലേക്ക് ആവശ്യമായ ഓക്സിജനെ പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്സിഡേഷൻ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബട്ട് യു വാണ്ട് ടു റിമെമ്പർ വാട്ട് ഈസ് ദാറ്റ്? ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇനി ചിലപ്പോൾ ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇതുപോലെ അതിൻ്റെ മുകളിൽ ചില കെമിക്കൽസിനെ നമ്മൾ ആഡ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് കാറ്റലിസ്റ്റ്. അപ്പോൾ ഈ കാറ്റലിസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഹീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മളവിടെ പ്രഷർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്, ഈ റിയാക്ഷനിൽ ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഈ റിയാക്ഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ചില കെമിക്കൽസിനെ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ദോസ് ആർ കോൾഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ഒരു റിയാക്ഷനിൽ അതിൻ്റെ റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും മാത്രമല്ല ഉണ്ടാവുക. ഓക്കെ, റിയാക്റ്റൻറ്റ് പ്രൊഡക്റ്റ് ഇതിലുപരി ആ റിയാക്ഷൻ ഫാസ്റ്റ് ആവാൻ അല്ലെങ്കിൽ ആ റിയാക്ഷനിൽ വേണ്ട ചേഞ്ചുകൾ പെട്ടെന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിനകത്ത് സം ഫിസിക്കൽ കണ്ടീഷൻസ് വി വർ അപ്ലൈഡ്. നമ്മൾ ചില ഫിസിക്കൽ കണ്ടീഷൻസ് നമ്മൾ അതിൽ അപ്ലൈ ചെയ്യും. ചിലപ്പോൾ നമ്മൾ പ്രഷർ കൂട്ടേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ ഹീറ്റ് കൂട്ടേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ അതിനകത്തോട്ട് എന്ത് കൊടുക്കേണ്ടി വരും? ഇതുപോലുള്ള ഓക്സിഡൈസിങ് ഏജൻസിനെ നമ്മൾ കൊടുക്കേണ്ടിയൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ
പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താ പറയുക, അതിപ്പോൾ ഇനി എനിക്കറിയില്ലല്ലോ ഏത് ഓക്സിഡൈസിങ് ഏജൻറ്റിനെ കൊടുക്കുന്നത്, ഓക്സിഡൈസിങ് ഏജൻറ്റ് ഉള്ള ഇക്വേഷൻ ഏതാ, ഇല്ലാത്ത ഇക്വേഷൻ ഏതാ, അതൊന്നും വേണ്ട. പക്ഷെ ഒരു കെമിക്കൽ ഇക്വേഷനിൽ ഇങ്ങനെയും ചില സംഗതികളുണ്ട് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ഇക്വേഷൻസ് അതേപടി നിങ്ങൾ കെമിക്കൽ ഇക്വേഷൻസ് അതേപടി പഠിക്കുക. അത് എക്സാമിന് ബാലൻസ് ചെയ്യാൻ വരുവാണെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻസും മറ്റ് സംഭവങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. അതല്ലാത്തൊരു ഇക്വേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, ടെക്സ്റ്റിനകത്തുള്ള ഇക്വേഷനാണ് കാര്യമായിട്ട് എക്സാമിന് ചോദിക്കുകയുള്ളൂ. അതിനപ്പുറത്തോട്ടുള്ള ഇക്വേഷൻ ചോദിക്കാനുള്ള സാഹചര്യം വളരെ റിസ്ക്കാണ്, ചോദിക്കാറില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ, നമ്മൾ ഇവിടെ പറയുന്ന ഇക്വേഷൻസ് അതിലുള്ള ഫിസിക്കൽ കണ്ടീഷൻ അതിനകത്തുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അല്ലാണ്ട് ഇനിയിപ്പോൾ പുറത്തുനിന്ന് ഏതെങ്കിലും ഇക്വേഷൻ ചോദിച്ചിട്ട് നമ്മൾ ആ കുടുങ്ങോ എന്നുള്ളൊരു ചിന്ത വേണ്ട. ഇനി പുറത്തുനിന്നൊരു ഇക്വേഷൻ ചോദിച്ചാൽ അതിൽ ഓക്സിഡൈസിങ് ഏജൻറ്റും നിങ്ങൾ എഴുതി വെക്കേണ്ടി വരില്ല. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്താൽ മാത്രം മതിയാകും. ഓക്കെ, ഇനി കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ഇവിടെ ഗ്യാസ് ആണ്, ജസ്റ്റ് നോട്ട് ചെയ്യണം. ഹൈഡ്രജൻ എന്ന് പറയുന്നതും ഗ്യാസ് തന്നെയാണ്. CH3OH സാധാരണ ലിക്വിഡ് ഫോമിലാണ് ഉണ്ടാവുക, ബട്ട് ഈ ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റും ജസ്റ്റ് നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, okay, before that I want to say something. That means this equation is not balanced. Okay, you can see here in reactant side there only one carbon, in product side one carbon, in reactant and product side carbon is balanced. Okay, oxygen have the same case, in reactant side and product side contain one oxygen, but in the case of hydrogen, in the reactant side there are only two hydrogen, H2 means two hydrogen. In product side CH3OH, H3 and H, here contain four hydrogens. Product side 4 hydrogen ഉണ്ട്, റിയാക്റ്റൻറ്റ് സൈഡിൽ 2 ഹൈഡ്രജനേ ഉള്ളൂ. സിമ്പിളാണ്. ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നുണ്ടാവുക, ജസ്റ്റ് വി വാണ്ട് ടു പുട്ട് എ 2 ഹിയർ, ഇവിടെ നമ്മളൊരു 2 കൊടുത്താൽ മതി. ദിസ് ഇക്വേഷൻ ബിക്കം ബാലൻസ്ഡ്. ഈ ഇക്വേഷൻ ഇപ്പോൾ ബാലൻസ് ചെയ്തിട്ടുണ്ട്. വെരി സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത സംഭവമാണ്. ഓക്കെ, okay, please look to the next chemical equation, KMnO4. KMnO4 means potassium permanganate. You want to write its name is very important, potassium permanganate. Okay, എന്തുകൊണ്ടാണ് നെയിം ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ നെയിമായിരിക്കും തരുന്നുണ്ടാവുക, ആ കോമ്പൗണ്ടിൻ്റെ നെയിം. ആ നെയിം യൂസ് ചെയ്ത് നിങ്ങൾ കെമിക്കൽ ഇക്വേഷൻ നിങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ഇതിപ്പോൾ ഡയറക്റ്റ് കെമിക്കൽ ഇക്വേഷൻ തന്നിട്ട് ജസ്റ്റ് ബാലൻസ് ചെയ്യാനേ പറയുന്നുള്ളൂ. ഇൻ സം സിറ്റുവേഷൻ യു ഗിവൺ ദ നെയിം ഓഫ് ദ കോമ്പൗണ്ട്, ഫ്രം ദർ യു വാണ്ട് ടു മേക്ക് എ കെമിക്കൽ ഇക്വേഷൻ വിച്ച് ബിക്കം ബാലൻസ്ഡ്. ഓക്കെ, KMnO4, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ ഫിസിക്കൽ കണ്ടീഷൻ വി അപ്ലൈഡ് ദർ, വി വാണ്ട് ടു പ്രൊവൈഡ് സം ഹീറ്റ്. നമ്മൾ ഈ ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ നമ്മൾ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യണം. വെൻ വി പ്രൊവൈഡ് സം ഹീറ്റ് ഇറ്റ് വിൽ ബിക്കം K2MnO4. K2MnO4 മീൻസ് പൊട്ടാസ്യം മാംഗനേറ്റ്. KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റ്, K2MnO4 മീൻസ് പൊട്ടാസ്യം മാംഗനേറ്റ്. MnO2 മാംഗനീസ് ഡയോക്സൈഡ് പ്ലസ് ഓക്സിജൻ. ദീസ് ആർ ദ തിങ്സ് വി ഒബ്റ്റെയിൻ ഹിയർ. ഇനി നമ്മളിതിനെ ബാലൻസ് ചെയ്യാണ് വേണ്ടത്. ബാലൻസ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതിൽ ഏറ്റവും വലിയ കോമ്പൗണ്ട് ഫസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം, അതാണ് ആദ്യം ചെയ്യേണ്ടത്. വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് കോമ്പൗണ്ട് ഹിയർ, K2MnO4. ഓക്കെ, ആ K2MnO4ഉം ആ കാര്യം നോക്കുക. അതിൻ്റെ പ്രോഡക്റ്റ് സൈഡിൽ നോക്ക് K2MnO4. ഓക്കെ, അതിനകത്ത് K means potassium. There are 2 potassium are there. In reactant side only 1 potassium. Therefore we want to put a 2 here. Okay, then you want to look to the manganese. Okay, in product side means here. In product side we obtain manganese and here manganese. There are 2 manganese. In reactant side also 2 manganese, 2 potassium, 2 manganese. Next one, oxygen. Here you can see 4 oxygen, 2 oxygen, 2 oxygen. 4 plus 2 6, 6 plus 2 8. In product side here contain O4.
2 into 4, that is equal to 8. Here you can see the 8 oxygens are here. ഇവിടെ 8 oxygen ആണുള്ളത്, ഇവിടെയും എന്തുതന്നെയുള്ളത് 8 oxygen തന്നെയാണ്. അപ്പോൾ പൊട്ടാസ്യം, മാംഗനീസ്, ഓക്സിജൻ, ഈ മൂന്ന് കാര്യങ്ങൾ എത്ര എണ്ണം ഇവിടെ ഉണ്ടോ അതേ എണ്ണം ഇവിടെ ഉണ്ട്. ഓക്കെ, 2 പൊട്ടാസ്യം, 2 പൊട്ടാസ്യം, 2 manganese, 2 manganese, and 8 oxygen. Here also become 8 oxygen. Okay, what is the physical condition we applied? We provide some heat to occur this chemical reaction. Okay. Dear students, you can see here a third chemical equation, KClO3. KClO3 means potassium chlorate. This potassium chlorate just be heated, form two product. First one, KCl means potassium chloride and oxygen. Okay, here you can see that we want to provide heat. The physical condition we applied here, we want to provide some heat. ഇവിടെ നമ്മൾ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യണം, അതാണ് ഇവിടുത്തെ ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. We want to provide some heat. Okay, next one is that you can see below the arrow mark a compound that is MnO2. This MnO2 act as a catalyst. What is a catalyst? Catalyst is a chemical compound which used to increase or decrease the speed of the chemical reaction. Chemical reaction സ്പീഡ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നുണ്ടാവുക. ആ കാറ്റലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന സാധനം ആ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും മാത്രമേ ചെയ്യുള്ളൂ, അല്ലാണ്ട് അതിനകത്തുള്ള കെമിക്കൽസിന് ഒരിക്കലും അതിൻ്റെ പ്രൊഡക്റ്റിലോട്ട് അത് വിട്ടുകൊടുക്കില്ല. Okay, therefore we can say that a catalyst, a substance that accelerate, that means it changes its speed, a substance that changes the speed of a chemical reaction without itself being affected. A substance that accelerates എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത് ചേഞ്ച് എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. എ സബ്സ്റ്റൻസ് ദാറ്റ് ചേഞ്ച് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ വിത്തൗട്ട് ഇറ്റ് സെൽഫ് ബീയിങ് എഫക്റ്റഡ്. ചില കാറ്റലിസ്റ്റ് കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക, ചില കാറ്റലിസ്റ്റ് കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്ന് പറയാം, അല്ലെങ്കിൽ ആക്സിലറേറ്റ്സ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, therefore a substance that accelerates a chemical reaction without itself being affected. ഓക്കെ, ഇനി ഒരു കാറ്റലിസ്റ്റ് കെമിക്കൽ റിയാക്ഷനെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് കാറ്റലിസ്റ്റ്. ഇനി ഒരു കാറ്റലിസ്റ്റ് കെമിക്കൽ റിയാക്ഷനെ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേര് നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്നായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. Okay, a substance that accelerate a chemical reaction without being affected. Okay, just you want to note down it. Then one thing is this equation is not balanced. Okay, when you look onto this equation, it is not balanced. You want to balance it. Okay, how can we balance this equation? Okay, first of all you can see the which is the biggest compound. The biggest compound is KClO3. KClO3, the name is potassium chlorate. KClO3, potassium chlorate. K means potassium, Cl means chlorine, O means oxygen. Its name is potassium chlorate. Okay, in reactant side you can see one potassium, in product side also one potassium. In reactant side one chlorine, one chlorine. Potassium and chlorine are balanced, but oxygen is the problem. There are 3 oxygen here, there are 2 oxygen here. Okay, how we can balance it? ഈ ഇക്വേഷനിൽ നമ്മളിനി പുതുതായിട്ട് ഒരു കോമ്പൗണ്ട് ഒന്നും എഴുതി ചേർക്കാൻ കഴിയില്ല. നമുക്ക് നമ്പർ മാത്രമേ അവിടെ ഇടാൻ പറ്റുള്ളൂ, നമ്പർ മാത്രമേ നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും നമുക്ക് കഴിയില്ല. ഓക്കെ, ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഞാൻ 2 ഇട്ട് കൊടുത്തു എന്ന് കരുതുക. 2 ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? 4 ഓക്സിജൻ. ബട്ട് ഇവിടെ 3 ഓക്സിജനാണ്. 3നെ 4 ആക്കാൻ ഡിഫിക്കൽട്ടാണ്, ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ 6 ആയി, 6 ഓക്സിജനായി. ഇവിടെ 6 ആക്കാൻ എളുപ്പമാണ്. ഇവിടെ 6 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു 2 കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ഇട്ട് കൊടുത്തു, ഇവിടെ എന്ത് കൊടുത്തു? 2 കൊടുത്തു. ഇനി നോക്കൂ,
ഇവിടെ ഇപ്പോൾ കണ്ടീഷൻ ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് നേരത്തെ പൊട്ടാസ്യം ക്ലോറിനും ബാലൻസ്ഡ് ആയിരുന്നു, ബട്ട് ഇപ്പോൾ അങ്ങനെയല്ല. 2 പൊട്ടാസ്യം 2 ക്ലോറിൻ, ഇവിടെ 1 പൊട്ടാസ്യം 1 ക്ലോറിൻ. പൊട്ടാസ്യം ക്ലോറിനും ഈക്വൽ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ 2 ആവാൻ വേണ്ടി ഇവിടെ നമ്മൾ 2 ഇട്ട് കൊടുക്കുക. കണ്ടോ, ദിസ് ഈസ് അവർ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ട് നോക്ക്. നമ്മൾ ബാലൻസ് ചെയ്തു, പൊട്ടാസ്യം ക്ലോറൈറ്റ് ഉണ്ട്, ഫിസിക്കൽ കണ്ടീഷൻ നമ്മൾ ഹീറ്റാണ് കൊടുത്തത്. ഓക്കെ, ദെൻ വി അപ്ലൈഡ് എ കാറ്റലിസ്റ്റ് വിച്ച് ആക്സിലറേറ്റ്സ് ദ റിയാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ പൊട്ടാസ്യം ക്ലോറൈഡ് ആൻഡ് ഓക്സിജൻ, ദീസ് ആർ ദ തിങ്സ്. ഓക്കെ, ഇനി അതിൻ്റെ സ്റ്റേറ്റ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. ഓക്കെ, അതിനകത്ത് പൊട്ടാസ്യം ക്ലോറൈറ്റ് അത് സോളിഡ് സ്റ്റേറ്റ് ആണ്. പൊട്ടാസ്യം ക്ലോറൈറ്റ് അത് സോളിഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻ സോളിഡ്. ഓക്കെ, നെക്സ്റ്റ് പൊട്ടാസ്യം ക്ലോറൈഡ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. നെക്സ്റ്റ് വൺ ഓക്സിജൻ, ഇറ്റ് ഈസ് ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് താഴെ നോട്ട് ചെയ്ത് വെച്ചോളണേ. KClO3 പൊട്ടാസ്യം ക്ലോറൈറ്റ്. ഓക്കെ, KCl പൊട്ടാസ്യം ക്ലോറൈഡ്. ഓക്കെ, ജസ്റ്റ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. KClO3 പൊട്ടാസ്യം ക്ലോറൈറ്റ് ആൻഡ് KCl പൊട്ടാസ്യം ക്ലോറൈഡ്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് നോക്കി വെക്കുക, ദാറ്റ്സ് എനഫ്. ഓക്കെ, okay, now we are going to learn what are the different types or different kinds of chemical reactions. First one, combination reaction. Okay, we will discuss more about the combination reaction in our successive classes. Next one, decomposition reaction, displacement reaction, double displacement reaction, oxidation, reduction and redox reaction. These are the major kinds of the chemical reactions. Okay, here first of all we want to learn about combination reaction, the last and final topic, combination reaction, the last and final topic of today, combination reaction. Okay, first one, combination reaction. Okay, listen. In combination reaction, CaO, calcium oxide, CaO also known as quicklime. Okay, it is called calcium oxide and it is also known as quicklime. This quicklime mix with water. Quicklime എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുമ്മായം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരു വൈറ്റ് പൗഡർ. പെയിൻ്റ് അല്ല, ഒരു വൈറ്റ് പൗഡർ. ഈ ഫാമേഴ്സൊക്കെ അവരുടെ പിന്നെ ഫീൽഡിലൊക്കെ ജസ്റ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. ക്യുക്ക്ലൈം, കുമ്മായം എന്ന് പറയും. ഓക്കെ, ക്യുക്ക്ലൈം, CaO, its another name is calcium oxide. This calcium oxide is mixed with water, then form CaOH2. It is called slaked lime. നമ്മൾ കുറച്ച് ക്യുക്ക്ലൈം, അതായത് കുറച്ച് കുമ്മായം എടുത്ത് വെള്ളത്തിൽ നമ്മൾ കലക്കിയാൽ, അതായത് വാട്ടറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ജസ്റ്റ് തൊട്ട് വെക്കുന്ന സമയത്ത് വി ഫീൽ ദാറ്റ് സം ഹീറ്റ്, കുറച്ച് ഹീറ്റ് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റ് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ദെർഫോർ ഞാനിവിടെ എഴുതിയ ഈ റിയാക്ഷൻ കോമ്പിനേഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിളാണ്, ബട്ട് ഇറ്റ് ഈസ് എ എക്സോതെർമിക് റിയാക്ഷൻ. എന്തുകൊണ്ട് അതിനെ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ് സം ഹീറ്റ് ആഫ്റ്റർ ദ റിയാക്ഷൻ. റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ നമുക്കിതിൽ നിന്ന് ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹീറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷനെ നമ്മൾ ഒരു പേരും കൂടെ പറയാറുണ്ട്, എക്സോതെർമിക് റിയാക്ഷൻ. What is it called? Exothermic reaction. This equation is an example for combination reaction, but also it is an example for exothermic reaction. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ ഈ റിയാക്ഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എക്സോതെർമിക് റിയാക്ഷൻ മീൻസ് എ റിയാക്ഷൻ ഇൻ വിച്ച് പ്രൊവൈഡ് ഹീറ്റ്, ലിബറേറ്റ്സ് ഹീറ്റ്. ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷനാണ് എക്സോതെർമിക് റിയാക്ഷൻ. It is one kind of exothermic reaction. It is also combination reaction. Then we are looking what is combination reaction. You can see here two reactant are there, CaO and H2O, two reactant. These two reactant combine to form a single product. A combination is occur. CaO one reactant, H2O another reactant. These two reactant combine and form a single product. A combination is occur there. ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ ഉണ്ടാവുന്നത്.
one reactant and another reactant combines form single product. Such reactions are called combination reaction. Therefore we can say what is combination reaction? Two or more reactant combines to form one single product. Reactant കുറേ ഉണ്ട്, പ്രൊഡക്റ്റ് ഒരൊറ്റെണ്ണേ ഉണ്ടാവുള്ളൂ, അതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. അതിൻ്റെ നെക്സ്റ്റ് താഴെ ഡീകമ്പോസിഷൻ കാണാൻ പറ്റും. ഡീകമ്പോസിഷൻ ദർ ആർ 3 types ഓഫ് ഡീകമ്പോസിഷൻ ഉണ്ട്. ബട്ട് ഡീകമ്പോസിഷൻ റിയാക്ഷൻ മീൻസ് ഇൻ ദിസ് റിയാക്ഷൻ വൺ റിയാക്റ്റൻറ്റ് സ്പ്ലിറ്റ് ഇൻ ടു 2 or more പ്രോഡക്റ്റ്. ഒരു റിയാക്റ്റൻറ്റ് സ്പ്ലിറ്റായിട്ട് കുറേ പ്രോഡക്റ്റ് ഉണ്ടാവുന്നതാണ് ഡീകമ്പോസിഷൻ. ഇത് കോമ്പിനേഷനാണ്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, 2 reactant combine to form 1 product. It is called combination reaction. Okay, in our next class we will discuss more about decomposition, displacement and double displacement, oxidation and reduction and redox reaction. Okay, combination reaction means those reactions in which 2 or more substance combine to form a new substance, that is called combination reaction. You want to do one thing, we were discussed so many lot of chemical equations. From those chemical equation you just identify which of them are combination reaction. നമ്മൾ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻ നമ്മൾ ഇതിന് തൊട്ടുമുമ്പ് പഠിച്ചിട്ടുണ്ട്. ആ റിയാക്ഷൻ ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് അതിനകത്ത് ഏതൊക്കെയാണ് കെമിക്കൽ റിയാക്ഷൻ കോമ്പിനേഷൻ റിയാക്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ദാറ്റ്സ് യുവർ ഹോംവർക്ക് ടുഡേ. ഓക്കെ, we were discussed a lot of chemical reactions. From those chemical reactions you just identify which of them are combination reaction. Okay, thank you.